നമ്മൾ ഇന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഒരു ലേഡീസ് പാൻ്റ് ആണ്. ഇത് സിഗരറ്റ് പാൻറ്, നാരോ പാൻറ്, സ്ട്രെയിറ്റ് പാൻറ് അങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. നമ്മൾ ഇതിൻ്റെ ബോട്ടം ഭാഗത്ത് ഒരു ഡിസൈനൂടെ മേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിനൊരു 2.25 തൊട്ട് 2.5 മീറ്ററോളമാണ് നമ്മളുടെ ലെങ്ത് അനുസരിച്ചാണ് മെറ്റീരിയൽ എടുക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷനാണ്. അപ്പം നമ്മളുടെ ക്ലോത്തിനെ രണ്ടായിട്ടാണ് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ടത്. രണ്ടായിട്ട് മാത്രമേ നമ്മൾ ഇടാവുള്ളൂ. ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ക്ലോത്തിനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഫ്രണ്ട് പോർഷനാണ് നമ്മൾ ആദ്യമേ കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ടോട്ടൽ നമ്മുടെ ലെങ്ത് എടുക്കുകയാണ്. ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പാൻറ് ഇടുന്ന പോയിൻ്റ്, അതായത് വേസ്റ്റ് പോയിൻ്റ് എവിടെയാണോ അവിടെ മുതൽ നമ്മുടെ ആംഗിൾ പോയിൻ്റ് വരെയാണ് നമ്മൾ ലെങ്ത് എടുക്കേണ്ടത്. അങ്ങനെ ആ കിട്ടുന്ന ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 3 ഇഞ്ച് കൂടെ കൂടുതൽ ഇട്ട് കൊടുക്കണേ. നമ്മളുടെ ഇവിടുത്തെ വേസ്റ്റ് പോയിൻ്റ് മുതൽ ആംഗിൾ പോയിൻ്റ് വരെയുള്ള അളവെന്ന് പറയുന്നത് 35 ഇഞ്ചാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 3 ഇഞ്ച് കൂടെ ആഡ് ചെയ്യുന്നു. അത് നിർബന്ധമുള്ളതാണ്. അപ്പോൾ നമുക്ക് 38 ഇഞ്ച് എന്നാണ് നമ്മളുടെ അളവ് കിട്ടുന്നത്. അത് നമ്മൾ ഇതുപോലെ ഇവിടെ മാർക്ക് ചെയ്യുകയും ചെയ്യുവാണ്. ഈ ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ക്രോച്ച് ഏരിയ ആണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നമ്മളുടെ ഈ പാൻറ്റിൻ്റെ ഹിപ്പ് സൈസ് എന്ന് പറയുന്നത് ഒരു 38 to 42 ആണ്. അതുകൊണ്ട് തന്നെ ക്രോച്ച് ഏരിയ നമ്മൾ 16 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മളുടെ ഒരു 34 ഒക്കെ സൈസ് ഉള്ളൂ എങ്കിൽ ഹിപ്പിനെങ്കിൽ നമുക്ക് ക്രോച്ച് ഏരിയ 15ഓ 14ഓ മതി. അതുപോലെ തന്നെ ഇതിൽ കൂടുതലാണെങ്കിൽ നമ്മൾ 1 ഇഞ്ച് കൂടെ കൂട്ടിയിട്ട് 17 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി. അപ്പം നമ്മൾ ആ രീതിയിലാണ് ക്രോച്ച് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമ്മളിവിടെ ആ 16 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് തൈസിനാണ്. തൈസിൻ്റെ ഭാഗത്ത് നമുക്ക് 14 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 38 സൈസ് തൊട്ട് 42 സൈസ് വരെയുള്ളവർക്ക് 14 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. എന്നിട്ട് ആ ഭാഗം ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുന്നു. ഇനി നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗമാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതായത് ഏറ്റവും ടോപ്പ് ഭാഗം അവിടെ നമ്മൾ 12 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ ഈ 12 ഇഞ്ചിൽ നിന്ന് നമ്മൾ താഴേക്ക് വരയ്ക്കുന്നു. അതിനുശേഷം ഇവിടെ ഇങ്ങനെ ക്രോച്ച് ഏരിയ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി കൊടുത്ത ആ തൈസിൻ്റെ കറക്റ്റ് ഹാഫ് അടയാളപ്പെടുത്തുക. എന്നിട്ട് താഴേക്ക് ഇതുപോലെ ഒന്ന് നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ബോട്ടം ഭാഗം. ഈ ഭാഗത്ത് നമുക്കൊരു 3 ഇഞ്ച് രണ്ട് സൈഡിലേക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിലും കൂടിയ അളവിലുള്ളവർക്കാണെങ്കിൽ ഓരോ ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കുക. ഇതിൽ നിന്നും കുറഞ്ഞ അളവിലുള്ളവർക്കാണെങ്കിൽ ഈ ഭാഗത്ത് 1 ഇഞ്ച് കുറച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ ഈ ഭാഗത്തെ വ്യത്യാസം. നമ്മളിപ്പോൾ ഇവിടെ ഒരു 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഭാഗം നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ സൈഡിൽ ഒന്നും ചെയ്യാൻ പാടില്ല. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ്. അതുപോലെ ക്രോച്ച് ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ഇത്രയുമല്ല, നല്ല രീതിയിൽ വേണമെങ്കിൽ ഷേപ്പ് ചെയ്യാവേ. 38 സൈസ് ഉള്ളവരാണെങ്കിൽ നല്ല രീതിയിൽ ഷേപ്പ് ചെയ്യുക. അതുപോലെ 42 ഉള്ളവരാണെങ്കിൽ ഷേപ്പ് ചെയ്യാതിരിക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ വ്യത്യാസം. ഇനി നമുക്ക് ഈ ഭാഗങ്ങളെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളുടെ ഫ്രണ്ട് പോർഷൻ്റെ കട്ടെല്ലാം കഴിഞ്ഞു. ഇനി ബാക്ക് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അത് നമ്മളുടെ ബാക്കി ക്ലോത്തിനെ ഇതുപോലെ രണ്ടായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് മുകളിൽ നിന്ന് നമ്മൾ ഇതുപോലെ 2.5 ഇഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് 2 ഇഞ്ച് ആയാലും മതിയേ. എന്നിട്ട് ആ ഭാഗം സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നു. എന്നിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ എടുത്തിട്ട് ആ വരയിലേക്കാണ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നത്. നമ്മളിപ്പം വരച്ചു കൊടുത്ത വരയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ക്രോച്ച് ഏരിയയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ 2 ഇഞ്ച് ബോട്ടം വരെ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. 2.5 ഇഞ്ച് വേണമെങ്കിൽ ഇടാം. 2 ഇഞ്ചിൻ്റെ ആവശ്യമേ ഉള്ളൂ. 2 ഇഞ്ചാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ബോട്ടം വരെയും നമ്മൾ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ ഭാഗം ഇവിടെ ഒന്ന് ലെവൽ ചെയ്ത് വരച്ചു കൊടുക്കുന്നു. പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ നമ്മളുടെ വശത്തുള്ള ആ സൈഡ് സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ടുള്ള ആ സൈഡ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുകയാണ് മാറ്റുന്നത്. ഈ സൈഡിൻ്റെ പ്രത്യേകത ഫ്രണ്ട് പോർഷൻ്റെ ബാക്ക് പോർഷൻ്റെ അളവ് ഒന്നാണ്.
ക്രോച്ച് ഏരിയയുടെ വശത്ത് മാത്രമേ ഉള്ളൂ 2 ഇഞ്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി ഇവിടം വരെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഈ ടോപ്പ് ഭാഗത്ത് നമ്മൾ 2.5 ഇഞ്ച് കൂടുതലിട്ട ഭാഗത്ത് ഈ പോയിന്റുകളെ തമ്മിൽ ഇങ്ങനെയൊന്ന് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ക്രോച്ച് ഏരിയയുടെ ഭാഗം ഫുള്ള് നമ്മൾ താഴെ ബോട്ടം ഭാഗത്ത് ഇട്ടതുപോലെ തന്നെ 2 ഇഞ്ച് വിഡ്ത്ത് ഇങ്ങനെ കൂടുതൽ കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ഭാഗം നമ്മൾ ഇതുപോലെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്ക് പോർഷനിൽ ഈ കർവും നമ്മൾ ഇതുപോലെ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ഇപ്പം നമ്മൾ ആ കൂടുതലായിട്ട് കൊടുത്ത പോയിന്റ് വരെ ഒരു സ്ലാൻഡ് ലൈനും ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് നമ്മൾ ബാക്ക് പോർഷൻ എങ്ങനെയാണോ വരച്ചു കൊടുത്തത് അതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം വരയ്ക്കുന്ന പരിപാടിയും കഴിഞ്ഞ് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എന്നുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. ഇനി നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമ്മൾ റോങ് സൈഡിലാണ് ഇതെല്ലാം അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതുപോലത്തെ 4 പീസാണ് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനുമായിട്ട് ലഭിച്ചത്. ഇതെങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ക്രോച്ച് ഏരിയയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. 2 സൈഡും ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും ക്രോച്ച് ഏരിയ ഇതുപോലെ ഇവിടം തൊട്ട് ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത് എടുത്താൽ മതി. ഇപ്പം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. 2 ടൈംസ് ആണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. ഫ്രണ്ട് പോർഷനാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ അതിനെ ഒന്ന് നിവർത്തി കൊടുക്കുന്നു. നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മളൊരു പോക്കറ്റ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത് നല്ല വശത്താണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ ടോപ്പിൽ നിന്ന് 2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തു. അവിടെ നിന്ന് നമ്മളൊരു 3 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ 3 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് നമ്മളൊരു 6 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ 1/2 ഇഞ്ച് ഉള്ളിലേക്ക്, നല്ല വശത്താണ് നമ്മളിത് വരച്ചു കൊടുക്കുന്നത്, ഉള്ളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ പോർഷൻ ഇതുപോലെ നമ്മൾ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ 6 ഇഞ്ചിൻ്റെ ഇടയിലാണ് നമ്മൾ ഇത് കണ്ടോ ഇങ്ങനെ വരച്ചു കൊടുത്തിരിക്കുന്നത്, 1/2 ഇഞ്ച് ഉള്ളിലേക്ക്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു പീസ് ക്ലോത്ത് എടുക്കണം. പോക്കറ്റിനായിട്ടുള്ള ക്ലോത്താണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ പീസിൻ്റെ ലെങ്ത് നമ്മൾ 11 ഇഞ്ചും വിഡ്ത്ത് നമ്മളൊരു 15 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിനെ 2 ആയിട്ട് ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തു. ഇനി നമ്മൾ ഈ മുകൾ ഭാഗത്ത് നിന്ന് നമ്മളൊരു 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ എത്രയാണോ ആ പോക്കറ്റിന് അകലം കൊടുത്തത് 6 ഇഞ്ചാണ്. ആ സെയിം 6 ഇഞ്ച് ഇവിടെ കൊടുക്കുന്നു. 1/2 ഇഞ്ച് അകത്തേക്ക് ഇതുപോലെ കൊടുക്കുന്നു. ഈ ഭാഗങ്ങൾ ഇങ്ങനെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഭാഗം ഇങ്ങനെ ഒരു കർവ് ചെറുതായിട്ടൊന്ന് കൊടുത്താൽ മതി. അതിനുശേഷം ആ ഭാഗം ഇങ്ങനെ നമ്മൾ കട്ടും ചെയ്യുന്നു. അപ്പം നമ്മുടെ പോക്കറ്റിൻ്റെ ഭാഗം അവിടെ റെഡിയായി. ഇനി നമ്മൾ ഇങ്ങനെ ഈ ഭാഗങ്ങൾ തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇത്രയും ഭാഗം ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. 2 സ്റ്റിച്ചിൻ്റെ തൊട്ടിപ്പുറേ വെച്ച് നമ്മൾ ഈ 2 സൈഡും ഇങ്ങനെ ആ 1/2 ഇഞ്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇപ്പം നമുക്ക് ലഭിച്ചു. ഇനി നമ്മളുടെ പോക്കറ്റിൻ്റെ അടുത്ത പീസ് ഇതുപോലെ എടുത്ത് ഇതിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഭാഗങ്ങൾ ഈ ഇൻഡു ഇട്ട് കൊടുക്കുന്ന ഈ ഭാഗങ്ങൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ ഭാഗം നല്ല നീറ്റായിട്ട് 2-3 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്തായാലും 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്ത് എടുത്തോണേ. ഇപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഭാഗം ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ നല്ല വശം പുറത്ത് വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഇതുപോലെയാണ് നമുക്കിപ്പോൾ ഈ പോക്കറ്റിൻ്റെ ഭാഗം ലഭിച്ചത്. അതിനെ നമ്മൾ നമ്മുടെ ക്ലോത്തിൻ്റെ റോങ് സൈഡിലേക്ക് അകത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. സൈഡൊക്കെ നല്ല നീറ്റാക്കി നമ്മൾ കൈകൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗമെല്ലാം നല്ല നീറ്റാക്കി നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതാ ഈ പോക്കറ്റ് നമ്മളുടെ ഈ ഫ്രണ്ട് പോർഷനൂടെ ഉള്ള പീസുകളെ തമ്മിൽ ഈ ഭാഗം ഇത്രയേ ഉള്ളൂ, അത് സ്റ്റിച്ച് ചെയ്തെടുക്കണേ. നമ്മളിപ്പം ഈ ഭാഗങ്ങൾ ഒരല്പേ ഉള്ളൂ 2 സൈഡിലും അവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റാക്കി എടുത്തിരിക്കുകയാണ്.
ഈ ഭാഗങ്ങൾ ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇത് ഫ്രണ്ട് പോർഷൻ്റെ മുകളിലേക്ക് നമ്മളുടെ ബാക്ക് പോർഷൻ എടുത്ത് നല്ല വശങ്ങൾ തമ്മിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ ആ പോക്കറ്റ് ഉള്ളിലുണ്ട്, അതുകൊണ്ട് തന്നെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാത്ത രീതിയിൽ ആ സൈഡ് സ്റ്റിച്ച് ചെയ്യുക. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേ സെയിം രീതിയിൽ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണമെങ്കിൽ പോക്കറ്റ് വെക്കാവുന്നതാണ്. നമ്മളിപ്പം ഇതുപോലെ നല്ല നീറ്റായിട്ട് രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ക്രോച്ച് ഏരിയയായി ഈ സമയത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല, കാരണം നമ്മളുടെ ബോട്ടം ഭാഗത്ത് ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ ക്രോച്ച് ഏരിയയുടെ ഭാഗവും കൂടി ഈ സമയത്ത് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇലാസ്റ്റിക് ആണ് വെച്ച് കൊടുക്കുന്നത്. 2 ഇഞ്ചിൽ നമ്മൾ ഈ റൗണ്ട് ഫുള്ള് അങ്ങ് മാർക്ക് ചെയ്യുകയാണ് ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്, 2 ഇഞ്ച് വിഡ്ത്തിൽ. അതിനുശേഷം ആ ഭാഗത്തെ ഇങ്ങനെ അയൺ ചെയ്തൊന്ന് നല്ല നീറ്റാക്കി വെച്ച് ഇതുപോലെ തിരിച്ചിട്ടു. അതിനുശേഷം ഇത്രയും ഒരല്പം നമ്മൾ വിഡ്ത്ത് അവിടെ കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇലാസ്റ്റിക് ആണ് വെക്കുന്നത്. ഇലാസ്റ്റിക് വെക്കുന്ന കണക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ വേസ്റ്റിൻ്റെ അളവ് ടോട്ടൽ എടുക്കുക, എന്നിട്ട് അതിൽ നിന്നൊരു 3 ഇഞ്ച് കുറച്ച് ഇലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എടുത്താൽ മതിയേ. എന്നിട്ട് ഈ സൈഡ് നമ്മൾ ഈ പോക്കറ്റ് കൂട്ടിയാണ് ഈ ഭാഗം വേസ്റ്റിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ കണക്കിലാണ് നമ്മളത് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇലാസ്റ്റിക് ഇതിലേക്ക് ഇടുന്നു. എന്നിട്ട് ഇലാസ്റ്റിക്കിൻ്റെ ഈ പോർഷൻ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെയൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ സൈഡൊന്ന് ടൈറ്റാക്കി നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ മുകളിൽ വഴിയാണെങ്കിലും ഒന്ന് നന്നായിട്ട് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇലാസ്റ്റിക് നല്ല നീറ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ഇപ്പം തയ്ച്ചിരിക്കുന്നത് ഫുൾ ഇലാസ്റ്റിക് വെച്ച രീതിയിലാണ്. പക്ഷെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയിൽ ഫ്രണ്ട് പോർഷൻ ബെൽറ്റും ബാക്ക് പോർഷനിൽ മാത്രം ഇലാസ്റ്റിക്കും വെച്ചുള്ള രീതിയിലാണ്. അതും ഒന്ന് എല്ലാവരും കണ്ടു നോക്കണേ. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാവേ. ഇനി നമ്മൾ ബാക്ക് പോർഷനിൽ ഇതുപോലെ മടക്കി അടിച്ച് നമ്മുടെ വിഡ്ത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്താലും മതി. അത് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. ആ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നിലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് ഇവിടെ കാണിക്കുന്നില്ല. അതിൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. നമ്മൾ ഇനിയിപ്പം ഇതിൻ്റെ ക്രോച്ച് ഏരിയയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ്. നല്ല വിഡ്ത്തിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പം ക്രോച്ച് ഏരിയയിൽ ഇതിൻ്റെ വിഡ്ത്ത് തീർത്തും കുറച്ച് സീം അലവൻസ് അല്പം ഇട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അത് 42 സൈസ് വരെ ഉള്ളവർക്ക് യൂസ് ചെയ്യാവുന്ന അളവാണ്. ഏറെ വിഡ്ത്ത് ക്രോച്ച് ഏരിയയിൽ ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതെങ്കിൽ 38 സൈസ് വരെയുള്ളവർക്കും യൂസ് ചെയ്യാം. ആ രീതിയിലാണ് നമ്മൾ ഇവിടെ അളവ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലെങ്ത് നമ്മളുടെ ആവശ്യത്തിന് എപ്പോഴും എടുത്തോളുക. പിന്നെ ഈ സൈഡിൽ നമ്മളിങ്ങനെ പോക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ മോഡലിൽ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും വെച്ച് കൊടുക്കാവുന്നതാണ്. ബോട്ടം ഭാഗം നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തെടുത്തിരിക്കുന്നത്. 2 ബട്ടനൊക്കെ വെച്ച് കൊടുത്ത്. അപ്പം ഈ വീഡിയോ ഒരു 38 മുതൽ 42 സൈസ് വരെയുള്ളവർക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സ്ട്രെയിറ്റ് പാൻ്റാണ്. അപ്പം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.